നമ്മൾ വളരെ മികവുള്ളവരായി കണ്ടിരുന്നവരുടെ പൂർവകാല ചരിത്രങ്ങൾ പിന്നീടല്ലേ വെളിയിൽ വന്നിട്ടുള്ളത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നമ്മളിപ്പോ ഒരു യുവ MLA യൂത്ത് കോൺഗ്രസിന് അബി വർക്കിയുടെ നേതാവ് ഒരു വിഷയത്തിൽ ഇടപെട്ടു. ഞാൻ അതിൽ കടക്കുകയല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനാണോ, അബിയും അങ്ങനാണോ? അത് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ അങ്ങനെ പറയില്ല. ഇപ്പോ വിദേശത്ത് ജോലി ചെയ്യുകയും അല്ല വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വദേശത്ത് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് യൂത്ത് ലീഗുകാരെല്ലാം അങ്ങനാണോ? അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അതിൽ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കി ഭാവിയിൽ ആ തരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളും എടുക്കണം. അത് വഴിയേ അറിഞ്ഞോളൂ. ഇത് കേരളത്തിൽ എത്ര തവണയായി നടക്കുന്നു? ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പരമ്പരയും ഘോഷയാത്രയല്ലേ കേരളത്തിൽ നടക്കുന്നത്? എന്നിട്ട് ശ്രീ എം നൗഷാദിനെ പോലെയുള്ള ആളുകൾ അതേപോലെ ന്യായീകരിക്കുമല്ലേ? ഞാൻ എല്ലാവരും ഒന്നിച്ച് പറയുന്നില്ല. ശ്രീ എം നൗഷാദ് ഇപ്പൊ കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു MLA ഉണ്ട്, M മുകേഷ്. അയാൾക്കെതിരെ ഗുരുതരമായ പീഡന ആരോപണവും പരാതിക്കാരിയും ഉണ്ടായിരുന്നു, കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അയാളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാനിവിടെ പറയുന്നില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ റിവേഴ്സ് ഹവാല നടത്തിയെന്ന് ഒരു പാർട്ടിക്കാരൻ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉള്ള പാർട്ടിയുടെ മുഴുവൻ MLA-മാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എം നൗഷാദൊന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന് യാതൊരു കൺട്രോളും ഇല്ല ഈ പോലീസ് സേനയിൽ. അദ്ദേഹം പറയുന്നത് പോലെ അല്ല പോലീസ് സേന നടക്കുന്നത്. ഇവിടെ കുറെ ഉപജാപക സംഘം അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.